Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്ത കേക്ക് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നതിന് വരെ ഇതുപോലെ ഇടഞ്ഞു കൊടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇടഞ്ഞെടുക്കണം. ഈ ഇടഞ്ഞ മിക്സ് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെള്ളമയമൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബ്ലോക്ക് മുട്ട തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും വാനില എസൻസും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാകുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞു കിട്ടുകയും ചെയ്യും. പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് എടുക്കേണ്ടത്. മുട്ടയുടെ ആ മഞ്ഞ കളറൊക്കെ മാറി നമുക്കിത് ഇതുപോലെ ഒരു ക്രീം രൂപത്തിൽ വേണം ഇത് കിട്ടാൻ. ഇനി ഇതിലേക്ക് പിസ്ത എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം. ഇനി ഒന്നും കൂടി ചെറിയ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മൈദ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ബാക്കി പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ട്രേ എടുക്കാം. അതിലേക്ക് ഞാൻ ഓയിൽ തടകിയിട്ട് ബട്ടർ പേപ്പർ ചുറ്റിനും നടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കിത് ഓവനിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 5 മിനിറ്റാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് മൈക്രോ ഓവൻ ആയതുകൊണ്ടാണ് 5 മിനിറ്റ് എടുത്തത്. സാധാ ഓവൻ ആണെങ്കിൽ ഒരു 45-50 മിനിറ്റെങ്കിലും കുക്കിംഗ് സമയം എടുക്കും. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം.
കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചാണ്, കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി കേക്ക് ഒഴിക്കാൻ വേണ്ടി നമുക്കൊരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു 1/4 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പിസ്ത എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലില്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര സിറപ്പാണെങ്കിലും ഒഴിച്ചാൽ മതി. ഇനി കേക്ക് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കേക്ക് ബോർഡിൽ ഒരു ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ പിസ്ത പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനതിവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇടാഞ്ഞത്. അതിന് മുകളിൽ വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മുമ്പ് ചെയ്തതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് 1/4 ടീസ്പൂൺ പിസ്ത എസൻസ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കേക്കിൻ്റെ പുറം ഭാഗത്തൊക്കെ തേക്കാൻ വേണ്ടിയാണ്. ഇനി വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലുമൊക്കെ തേച്ച് നമുക്കത് കവർ ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ല കട്ടിക്ക് ഇട്ട് തന്നെ വേണം ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ. കേക്ക് ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഡെക്കറേഷൻ ചെയ്യാം. ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇത് ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്